ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പം പോക്കോയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോക്കോയുടെ ഭാഗത്ത് നിന്ന് വരുന്ന പോക്കോ C71 എന്നുള്ള സ്മാർട്ട് ഫോൺ 6200 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. 6.88 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ, പക്ഷേ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണി SoC T7250 എന്നുള്ള ബേസിക് ആയിട്ടുള്ള പ്രോസസ്സറേ ഇതിൽ വരുന്നുള്ളൂ. 32 മെഗാ ബാക്ക് ക്യാമറയും 8 മെഗാ സെൽഫി ക്യാമറയാണ് വരുന്നത്. 5200 mAh ബാറ്ററിയും 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 6200 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ പോക്കോയുടെ ഭാഗത്ത് നിന്ന് 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 7500 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ C75 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ജിയോയുടെ 5G മാത്രമേ ഇതിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. ബാക്കി 4G എല്ലാ സിമ്മിലും സപ്പോർട്ട് ചെയ്യും, പക്ഷേ 5Gയുടെ കാര്യത്തിൽ ജിയോയുടെ സിമ്മ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 50 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ സെൽഫി ക്യാമറയാണ് വരുന്നത്. 5160 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പം 7500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അല്ല 9000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പോക്കോ M7 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പും ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ ഇതിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 5G സപ്പോർട്ട് ഉണ്ട്. എല്ലാ 5G സിമ്മും ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ 50 മെഗാ ബാക്ക് ക്യാമറയും 8 മെഗാ സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പം 9000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അല്ല ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 10300 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M6 Plus എന്ന സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പം ഇതിൽ 6.79 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. പിന്നെ LCD പാനലാണ് വരുന്നത്. ഇതിൽ പഞ്ചോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സർ തന്നെയാണ് ഇതിലും വരുന്നത്. 108+2 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 13 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5030 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 10300 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ 11800 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M7 Plus വരുന്നുണ്ട്. അപ്പം അതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി വരുന്നുണ്ട്. 7000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. പിന്നെ അതിൽ 6.9 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 6S Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം 11800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 12500 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M7 Pro എന്ന സ്മാർട്ട് ഫോൺ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ MediaTek Dimensity 7025 Ultra എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+2 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5110 mAh ബാറ്ററി 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. 12500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അല്ല ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 17000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X7 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കൂടി വരുന്നുണ്ട്. MediaTek Dimensity 7300 Ultra എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ സെൻസറിൽ OISന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 20 മെഗാ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. പിന്നെ 5500 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 17000 രൂപ പ്രൈസ് വെച്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാം. അല്ല ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 20500 രൂപ പ്രൈസ് വെച്ചിൽ പോക്കോ F6 എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 50+8 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ 5000 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 20500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അല്ല കുറച്ചും കൂടി പുതിയൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 22000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X7 Pro എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ക്യാമറ സെറ്റപ്പുമാണ് വരുന്നത്.
പക്ഷേ ഇതിൽ ബെറ്റർ ആയിട്ടുള്ള 6550 mAh ബാറ്ററി വരുന്നുണ്ട്, 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല MediaTek Dimensity 8400 Ultra എന്നുള്ള പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അല്ല 31,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരാം എന്നുണ്ടെങ്കിൽ പോക്കോ F7 എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.83 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാപിക്സൽ സെൽഫി ക്യാമറയ്ക്കാണ് ഇതിൽ വരുന്നത്. പിന്നെ 6500 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 31,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് പോക്കോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകൾ. അപ്പം ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.